യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. 12ാമത്തെ ശ്ലോകമാണ് ഇന്നലെ നോക്കിയത്. സംസാരിത സ്വസ്യ തതോ മഷൈവ ബുദ്ധേത തൻ നിർമ്മനനേ പദേതു നഹ്യസ്തി അവിദ്യാ മനസോതിരിക്ത മനോഹി അവിദ്യാ ഭവബന്ധരൂപ. ഇതാണ് ഇന്നലെ നോക്കിയ ശ്ലോകം. അവിദ്യയാത്മാ വപുഷാമിതശ്ച സുഖീച ദുഃഖീച ഭവപാശബദ്ധഃ പ്രതീയതേ അജ്ഞോപി പൃഥക് പരസ്മാദ് ആത്മാ തു സാക്ഷാത് പരയേവ നാന്യഃ. അവിദ്യയാത്മാ വപുഷാ മിതശ്ച സുഖീച ദുഃഖീതി ഭവപാശബദ്ധഃ. ഇതൊക്കെ ഇന്നലെ നോക്കിയ ശ്ലോകങ്ങളാണ്. ഇനി അടുത്ത ശ്ലോകം. വീക്ഷ്യാഹിമീക്ഷ്യത യഥാനരജ്ജും വിശ്വം സജീവേശ്വരം ആത്മരൂപേ അവിദ്യയാരോപിതമീക്ഷമാണഃ ന വീക്ഷ്യതേ സ്വം പരമാർത്ഥസത്യം നിമീലിതസ്വോ ഭവിതൈവ താവത് യാവത് സ്വതഃ സത്യമിദം വിഭാതി തഥാ ന ഭായാത് മനസി പ്രണഷ്ടേ നാശായ തസ്മാൻ മനസോ യതേത. വീക്ഷ്യാഹിം ഈക്ഷ്യേത യഥാനരജ്ജും വിശ്വം സജീവേശ്വരം ആത്മരൂപേ. ഇന്നലെ അതും നമ്മള് ഇത്തിരി നോക്കി. ജഗത്തിനെ കാണുന്ന ഞാൻ, സർവവും നിയന്ത്രിക്കണ ഈശ്വരൻ, ഇങ്ങനെ ത്രിപുടി അവിദ്യയാ ആരോപിതം. ഇത് വാസ്തവത്തില് ഉള്ളതല്ല. ഇതിനൊക്കെ ദൃഷ്ടാന്തം ഉപനിഷത്ത് കാണിക്കുന്നത് സുഷുപ്തിയാണ്. സുഷുപ്തി അവസ്ഥയില് ജീവാഹന്തയുമില്ല, ജഗത്തുമില്ല, ജഗന്യന്താവുമില്ല. മനസ്സ് ഉദിക്കുമ്പോ ഞാൻ എന്ന അഹങ്കാരം ഉദിക്കുകയും പ്രപഞ്ചം കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോ ഇതിന് നിയന്താവായ ഒരു ഈശ്വരനുണ്ടെന്ന് ഈ ജീവൻ സ്വയമേവ ഒന്ന് കൽപ്പിക്കുന്നു. അത് തന്നെ ഒരു കൽപ്പനയാണ് ഈ ജീവൻ. അതിന്റെ ഒരു കൽപ്പനയിലാണ് ഇതൊക്കെ വരുന്നത്. തന്റെ തന്നെ മൂലത്തിനെയാണ് ഈശ്വരൻ എന്ന് കൽപ്പിച്ച് താൻ വേറെ നിൽക്കണത്. ജീവം കൽപ്പയത്തെ പൂർവം തതോ ഭാവാൻ പൃഥഗ്വിധാൻ. ആദ്യത്തെ കൽപ്പന തന്നെ ഞാനൊരു പ്രത്യേക ആളാണ്, ഇന്ന വ്യക്തിയാണ് എന്ന അഭിമാനമാണ്. ആ അഭിമാനത്തിലാണ് ബാക്കിയൊക്കെ ആരോപിതമേവ, ഒക്കെ ആരോപണങ്ങള് തുടർന്നു വരുന്നത്. അവിദ്യയാ ആരോപിതം ഈക്ഷമാണഃ. ഈ ആരോപണം എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ അതും പറഞ്ഞു. ആവരണം വിക്ഷേപം. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം എപ്പോഴും കയറും പാമ്പും തന്നെ. കയറിനെ കാണുന്നില്ല, അത് ആവരണം. അതിൽ പാമ്പിനെ കാണുന്നു, വിക്ഷേപം. കയറ് കാണാത്തത് കൊണ്ടാണ് പാമ്പ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ അറിയായ്മ എന്നുള്ള ആവരണത്തിലാണ് താനല്ലാത്ത വസ്തുക്കളൊക്കെ പ്രകാശിക്കുന്നത്. വിക്ഷേപശക്തി വിജയോ വിഷമോ വിധാതും നിശേഷ ആവരണ നിവൃത്തി അഭാവേ. ആവരണം നിശേഷം നീങ്ങാതെ വിക്ഷേപം നീങ്ങില്ല. ആവരണത്തിന്റെ സ്വരൂപം എന്താ? അഹങ്കാരം തന്നെയാണ് ആവരണം. വ്യക്തി അഹന്ത തന്നെയാണ് ആവരണം. ഞാൻ ഇന്നവനാണെന്ന രൂപത്തില്
പ്രത്യേക അഭിമാന രൂപത്തിലുള്ള ഈ ജീവാഹന്ത ഉള്ള സത്തിനെ, ചിത്സ്വരൂപത്തിനെ മറച്ചു കളയണം. ആ ജീവാഹന്ത അന്വേഷണം കൊണ്ട് മറഞ്ഞു പോകുമ്പോ ആവരണം നീങ്ങും. അന്വേഷണം കൊണ്ട് എന്നുവെച്ചാൽ ശ്രദ്ധ കൊണ്ട്. ശ്രദ്ധയെ അന്തർമുഖമാക്കുകയും ഈ ജീവാഹന്തയെ വാസ്തവമല്ലെന്ന് കാണുകയും അതിന്റെ അധിഷ്ഠാനമായ ചിത്തിനെ കാണുകയും ചെയ്യുമ്പോൾ ആവരണം നീങ്ങും. ആവരണം നീങ്ങുമ്പോൾ വിക്ഷേപവുമില്ല. നിമീലിതസ്വോ ഭവിതൈവ താവത് യാവത് സ്വതഃ സത്യമിതം വിഭാതി തഥാന ഭായാത് മനസി പ്രണഷ്ടേ നാശായ തസ്മാൻ മനസ്സോ യതേത. മനസ്സുള്ളവരെ ഞാൻ എന്ന പ്രത്യേക വ്യക്തി അഭിമാനം ഉണ്ടാവും, പ്രപഞ്ചം ഉണ്ടാവും, എന്റെ ഭാവനയിലുള്ള ഈശ്വരനും ഉണ്ടാവും. മനസ്സ് നഷ്ടമാവുമ്പോ, മനസ്സില്ലാതാവുമ്പോ അമനീ ഭാവത്തില് ഞാൻ എന്ന ജീവാഭിമാനവുമില്ല, പ്രപഞ്ചവുമില്ല, പ്രത്യേകിച്ചൊരു ഈശ്വരനുമില്ല. അഖണ്ഡമായ ഒരു സത്യം, ആ ഭഗവത് തത്വം അഥവാ ബ്രഹ്മം, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. യത് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ആ പൂർണ്ണത മാത്രമേ ഉള്ളൂ. അവിടെ ഖണ്ഡമില്ല, വിച്ഛിത്തിയില്ല. അത് എപ്പോ അനുഭവപ്പെടും? മനസ്സി പ്രണഷ്ടേ. മനസ്സി പ്രണഷ്ടേ എന്ന് വെച്ചാൽ എന്താണ്? മനോനാശത്തിനായി യത്നിക്കൂ എന്ന് പറഞ്ഞു. മനോനാശം എന്താണ്? ബാധാരൂപമായ നാശമാണ്. വസ്തുനാശം അല്ല, ബാധാനാശമാണ് പ്രധാനം. ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് അദ്ദേഹം മരിച്ചു കഴിയുമ്പോ വല്ലാത്ത വേദന, ദുഃഖമുണ്ട്. മരിച്ചു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടും ആ ദുഃഖം വിട്ടുപോകുന്നില്ല. എന്നുവെച്ചാൽ വസ്തു നശിച്ചിട്ടും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ദുഃഖം വിട്ടുപോകുന്നില്ല. ഇപ്പൊ വസ്തുനാശം ഉണ്ടായി, പക്ഷെ ദുഃഖം പോയില്ല. അയാള് ജീവിച്ചിരിക്കുമ്പോ തന്നെ അയാളോട് പിണങ്ങുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ട് അയാളുമായിട്ടുള്ള സംബന്ധമേ നമുക്കിനി വേണ്ടാന്ന് വെക്കുമ്പോ അയാള് വസ്തു നശിച്ചിട്ടൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളുന്ന് പോയി. ഇതാണ് വാസ്തവത്തിലുള്ള നാശം എന്നതാണ് വേദാന്തജ്ഞാനം. വാസ്തവത്തിലുള്ള നാശം രാഗനാശമാണ്. രാഗമില്ലാതായാൽ വസ്തു നശിച്ചു. അല്ലാതെ പുറമേക്ക് വസ്തുവിനെ ഇല്ലാതാക്കുന്നത് വലിയ കാര്യമില്ല. അകമയ്ക്ക് രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും നാശം. അതേപോലെ മനോനാശമും ബാധാരൂപമായ നാശമാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ ഹംസോപാഖ്യാനത്തിൽ പറഞ്ഞ വിധത്തിലാണ് മനോനാശം. അതായത് മനസ്സായിട്ട് ഇല്ലാതായി. മനസ്സിനെ നമ്മള് അതും ചിത്തിന്റെ ശക്തിയാണ് എന്നുള്ള പുതിയ കാഴ്ചയിൽ കണ്ടു തുടങ്ങുകയാണ്. മനസ്സിന്റെ ഓരോ ചലനവും ചിച്ചലനമാണ് എന്ന് കാണുകയാണ്. അത് ചിത് ശക്തിയാണ് എന്ന് കാണുകയാണ്. ആ കാഴ്ച, ആ ദൃഷ്ടി ആവരണത്തിനെ നീക്കും. ആവരണം നീങ്ങിയതോടെ ആവരണം എന്താ? ആവരണത്തിന്റെ സ്വഭാവം തന്നെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ, അതാണ് ആവരണം. അദ്വയമായ ചിത്തിനെ രണ്ടെന്ന് കാണിപ്പിക്കുന്നതാണ് ആവരണം. ആ രണ്ട് എന്നുള്ളത് മാറി ഒരേ ഒരു പൂർണ്ണ വസ്തുവിന്റെ കോലാഹലമാണ് പ്രപഞ്ചം മുഴുവനും. കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും ഒക്കെ തന്നെ. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. അവിടെ കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു ഒന്നുമില്ല. അറിവുകൊണ്ട് അത് നീക്കപ്പെട്ടു. അപ്പോ അവിടെ മനസ്സെന്ന് പറഞ്ഞു പ്രത്യേകിച്ചൊരു വസ്തുവുമില്ല. രമണ ഭഗവാൻ ഉപദേശസാരത്തിൽ പറഞ്ഞു, മാനസം തുക്കിം മാർഗണേ കൃതേ
നൈവ മാനസം മാർഗ ആർജവാത്. വൃത്തയസ്തു അഹം വൃത്തിമാശ്രിതാഃ വൃത്തയോ മനഃ വിദ്യഹം മനഃ അഹമയം കുതോ ഭവതി ചിൻവത ഐപതത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. മനസ്സ് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ മനസ്സെന്നു പറഞ്ഞ് പ്രത്യേകിച്ചൊരു വസ്തുവിനെ ഒന്നും കാണാനില്ല. കുറെ ചിത്തവൃത്തികൾ. ആ ചിത്തവൃത്തികൾക്ക് മുഴുവൻ പിറപ്പെടമോ ഞാൻ എന്നുള്ള ചിത്തവൃത്തിയാണ്. അഹങ്കൃതി, ചിജ്ജടഗ്രന്ഥി. ഈ അഹങ്കൃതിയുടെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കുമ്പോ അത് എവിടെ ഉദിക്കണമെന്ന് അന്വേഷിക്കുമ്പോ അഹമിനാശഭാജി, അത് ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങി മറയുകയും അധിഷ്ഠാനമായ സത്ത്, എക്സിസ്റ്റൻസ് അവിടെ പ്രകാശിക്കുകയും ചെയ്യും. പരമപൂർണ സത്, പരമപൂർണമായ വസ്തു സത്യം അവിടെ പ്രകാശിക്കുന്നു. ആ പരമപൂർണമായ സത്യത്തിൽ ഇനിയിപ്പോ എന്തൊക്കെ തന്നെ ഉദിച്ചാലും അതൊക്കെ തന്നെ ആ സത്യത്തിന്റെ തന്നെ രൂപങ്ങളാണ്. ഇതാണ് ചതുശ്ലോകി ഭാഗവതം ഒക്കെ ഇതാണ്. നോക്കണം, വേദാന്തത്തിനെ ഒബ്ജക്റ്റീവായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. അത് ജ്ഞാനമല്ല, വേദാന്തം ജ്ഞാനയോഗമാണ്, ഭക്തി യോഗമാണ്, രാജയോഗമാണ്. അതായത് യോഗത്തിനർത്ഥം ചിത്തവൃത്തി നിരോധം തന്നെ. പക്ഷെ ചിത്തവൃത്തി എങ്ങനെ നിരോധം ചെയ്യണം എന്നുള്ളതിലേ ഇവർക്കൊക്കെ വ്യത്യാസമുള്ളൂ. ജ്ഞാനയോഗികളായാലും ശരി, ഭക്തിയോഗികളായാലും ശരി, രാജയോഗികളായാലും ശരി, കർമ്മയോഗികളായാലും ശരി, ചിത്തവൃത്തി എങ്ങനെ നിരോധം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ ചിത്തവൃത്തി നിരോധം ഉണ്ടായിട്ടില്ലെങ്കിൽ ജ്ഞാനമായിട്ടത് നിൽക്കും, കർമ്മമായിട്ട് നിൽക്കും, ഭക്തിയായിട്ട് നിൽക്കും, യോഗമാവില്ല. യോഗമാവണത് ചിത്തവൃത്തി നിരോധം ഉണ്ടാവുമ്പോഴാണ്. യോഗികൾക്കും വേദാന്തികൾക്കും വ്യത്യാസം എവിടെയാണ്? യോഗികൾ പറയുന്നു ചിത്തവൃത്തിയെ ബലമായി അങ്ങോട്ട് പിടിച്ച് നിർത്തുക. വേദാന്തികൾ പറയുന്നു വാസനാക്ഷയം ഉണ്ടാവാതെ, വേണ്ട വിധത്തിലുള്ള ജ്ഞപ്തി അതിനു പുറകിൽ ഉണ്ടാവാതെ നിങ്ങള് ചിത്തവൃത്തിയെ ലയിപ്പിച്ചാൽ അത് ലയിക്കുകയേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും പൊന്തും. ജാലപക്ഷിവത് രോധസാധനം. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ഈ സൂക്ഷ്മമായ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുകയാണെങ്കിൽ, ചിത്തിൽ നിന്നും ഉദിക്കുന്നതൊക്കെ ചിത്ത് തന്നെ എന്ന് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോ ഉണ്ടാവുന്ന സകല വികാരങ്ങളും മനസ്സും അതിന്റെ വിഷയവാസനകളും എന്തൊക്കെ ഉദിക്കുന്നു അതൊക്കെ തന്നെ ചിത്താണ്. അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ അത് പറയണു. മനസ്സ് മുതലായ സകല ഉപാധികളെയും ബ്രഹ്മാകാരമായി കാണുന്നത് കൊണ്ട് യാതൊരു നിരോധം ഉണ്ടാവുമോ? അതാണ് പ്രാണായാമം എന്നാണ് പ്രാണായാമത്തിന് ഡെഫിനിഷൻ കൊടുക്കണം. എന്നുവെച്ചാൽ പ്രാണൻ എന്ന് വെച്ചാൽ ഊർജമാണ്, ചലനമാണ്. മനസ്സ് ചിത്തവൃത്തികളെ ഒക്കെ തന്നെ ഈ ചിത്തിൽ നിന്ന് തന്നെയാണ് അതൊക്കെ ഉദിക്കണത്. അതൊക്കെ ചിത് സ്വരൂപം തന്നെ എന്ന് കാണുമ്പോ എല്ലാം അടങ്ങും സഹജമായിട്ട്. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം, താൻ തന്നിലിരിക്കും. അപ്പൊ ജ്ഞാനം യോഗം ആവണമെങ്കിൽ ഈ ജ്ഞാനത്തിനെ അകക്കണ്ണുകൊണ്ട് പ്രയോജനപ്പെടുത്തണം. അല്ലാതെ വെറുതെ ബുദ്ധിയിൽ മാത്രം അത് നിൽക്കുകയാണെങ്കിൽ മായ വിട്ടുമാറില്ല. അറിയുകയൊക്കെ ചെയ്യും, നമുക്കൊക്കെ ബ്രഹ്മമാണെന്ന് പറയും. അത് ചിലപ്പോ നമ്മളെ ദുരാചാരികളാക്കി മാറ്റും. ഒക്കെ ബ്രഹ്മമല്ലേ, എല്ലാം ആത്മാ അല്ലേ, എല്ലാവരും ഒന്നല്ലേ എന്ന് പറയും. അദ്വൈതം ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ആളുകൾ ധരിക്കണത് അദ്വൈതം പ്രാക്ടീസിൽ കൊണ്ടുവരണം. അദ്വൈതം പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കർമ്മത്തിനെ അവിടെ കലക്കി കഴിഞ്ഞു. കർമ്മമണ്ഡലത്തിൽ വരേണ്ടതല്ല അത് ഭാവമണ്ഡലത്തില് വരേണ്ടതാണ്. കർമ്മമൊക്കെ തന്നെ വ്യവഹാര മണ്ഡലത്തിലാണ്. ഇത് രണ്ടും, അതാണ് ആചാര്യസ്വാമികൾ പറയണത്. ഇരുട്ടും വെളിച്ചവും കൂടെ നിങ്ങൾക്ക് ചേർക്കാനേ പറ്റില്ല. കർമ്മം അവിടെ നിൽക്കട്ടെ, അദ്വൈതത്തിന് അവിടെ കൊണ്ട് കലക്കരുത്. ഭാവാദ്വൈതം സദാ കുര്യാത് ക്രിയാദ്വൈതം ന ഗർഹ്യചിത്. ക്രിയയിൽ അദ്വൈതത്തിനെ കൊണ്ടുവരരുത്. അദ്വൈതത്തിനെ കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം ഇവിടെ ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിനെ പോലെ ആവില്ല ലോകത്തില്. അപ്പൊ ക്രിയയിൽ അദ്വൈതം വരില്ല.
പിന്നെ അദ്വൈതം എവിടെ? ഭാവത്തിലാണ്, യോഗത്തിനെ കൊണ്ടുവരാനാണ്. അല്ലാതെ എല്ലാം ഒന്നല്ലേ, ഞാൻ എവിടെ ഭക്ഷണം കഴിച്ചാൽ എന്താണ്, എങ്ങനെ ജീവിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ആള് അവസാനം ഭ്രഷ്ടനായിട്ട് പോകും. നമുക്ക് ആധുനിക ലോകത്തിൽ അദ്വൈതം പ്രചരിക്കുന്നത് കൊണ്ട് ഉണ്ടാവണത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ആചാരം നഷ്ടമായിട്ട് പോകുന്നു, അനുഷ്ഠാനം നഷ്ടമായിട്ട് പോകുന്നു. അവർക്ക് കാര്യമൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഒക്കെ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ അനുഷ്ഠാനാദി കാര്യങ്ങളും ആചാരാദി കാര്യങ്ങളും ഒക്കെ അവരെന്ത് ചെയ്തു, ഒക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ചു. അവിടെയാണ് പറയണത്, ഒക്കെ ഒന്ന് എന്ന് നീ അനുഭവിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ എല്ലാം ആ പൂർണ്ണ വസ്തുവാണ് എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് യുവർ റിയൽ സ്റ്റേറ്റ്, അനുഭവമാണെങ്കിൽ, അല്ലാതെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ അതിന്റെ സ്വഭാവമേ മാറിപ്പോവും. പക്ഷെ ആ അനുഭവം വരണത്തിന് ഈ ജ്ഞാനം ജ്ഞാനമായിട്ട് നിൽക്കാൻ പാടില്ല, ജ്ഞാനം യോഗമായിട്ട് മാറണം. ജ്ഞാനം എപ്പോ യോഗമായിട്ട് മാറും? എപ്പോഴാണോ ചിത്തവൃത്തി ഒക്കെ തന്നെ ഈ ജ്ഞാനം കൊണ്ട് ബാധിക്കപ്പെടുന്നത്, ബാധ ഉണ്ടാവണത്. മനസ്സ് തന്നെ മനസ്സായിട്ട് നിൽക്കാതെ മനസ്സ് തന്നെ ആത്മസ്വരൂപമായിട്ട് കാണപ്പെടുന്നത്. ഒരു അഗ്നിയിൽ നിന്നും സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ അന്തര്യാമിയിൽ നിന്നും ഉണ്ടാവുന്ന സ്ഫുലിംഗങ്ങളാണ് ചിത്തവൃത്തികളൊക്കെ എന്ന് എപ്പോ കാണപ്പെടുന്നുവോ. ഭാഗവതത്തിൽ പിപ്പലായനൻ ഈ കാര്യം പറയണു. ഏകാദശ സ്കന്ധത്തിൽ നിമിനവയോഗി സംവാദത്തിൽ പറയുന്നു, അഗ്നിയിൽ നിന്നും യഥാനലം അർച്ചിഷസ്വാഹ എന്നാണ്. അർച്ചിസുകളും സ്ഫുലിംഗങ്ങളും ഉദിക്കുന്ന പോലെ ഈ അന്തര്യാമിയിൽ നിന്നും ചിത്തവൃത്തികളും പ്രാണനും ഒക്കെ പൊന്തും. അപ്പൊ സ്ഫുലിംഗങ്ങളും അഗ്നി തന്നെയാണല്ലോ. പക്ഷെ ഇത് ആദ്യം പറയാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ആദ്യം പറയാൻ പാടില്ല. മനസ്സും ശരീരവും ഒക്കെ തന്നെ അത് തന്നെയെന്ന് പറയാൻ പാടില്ല. ആദ്യം ആ ചിത്തിനെ കണ്ട ശേഷമാണ് ചിത്ത് തന്നെയാണ് ഇത് എന്ന് കാണുന്നത്. ഇത് യോഗമാണ്. ഇത് ബുദ്ധി കൊണ്ടുള്ള തത്വനിശ്ചയമല്ല. ഇത് യോഗമാണ്. യോഗം ആന്തരികമാണ്. ആന്തരികമായി ശ്രദ്ധ കൊണ്ട് വീക്ഷിക്കുകയും ഉള്ളിലുള്ള ചിത്തിനെ കാണുകയും ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നു ആ ചിത്തിൽ തന്നെയാണ് ആശ്ചര്യകരമാം വണ്ണം മനസ്സ് ഉദിക്കുകയും ഇന്ദ്രിയങ്ങൾ ഉദിക്കുകയും ശരീരം കാണപ്പെടുകയും ഒക്കെ ചെയ്യണത്. അങ്ങനെ കാണുമ്പോ ഈ താൻ ഉള്ളിൽ കണ്ട വസ്തു തന്നെയാണ് സകലതും. അപ്പൊ എന്താവും? നാച്ചുറലായിട്ട് യോഗാനുഭവം ഉണ്ടാവും. അങ്ങനെ തഥാന ഭായാത് മനസ്സി പ്രണഷ്ടേ, മനസ്സ് നഷ്ടമായപ്പോ, നഷ്ടമായി എന്ന് വെച്ചാൽ അപ്പൊ യോഗികള് ഇടിച്ച പുളി പോലെ ഇരിക്കുവോ? മനസ്സില്ലാത്ത യോഗികളെന്ന് നമ്മൾ പറയണ, അപ്പൊ ജ്ഞാനികളൊക്കെ തന്നെ മനസ്സില്ലാന്ന് വെച്ചാൽ അവരെന്താ ജഡമാണോ? നമ്മളെക്കാളും ഭംഗിയായിട്ട് അവര് വ്യവഹാരം ചെയ്യുന്നുണ്ടല്ലോ. ഒരു കുഴപ്പമില്ലാതെ വ്യവഹാരം നടക്കണു. അവിടെയാണ് പറയണത്, മനസ്സുകൊണ്ടല്ല നമ്മൾ ജീവിക്കണത്. ചൈതന്യത്തിന്റെ തന്നെ ചിത്ശക്തി സ്പോണ്ടേനിയസ് ആയിട്ട് ഭംഗിയായിട്ട് വ്യവഹാരം നടത്തും. ആ ചിത്ശക്തി അശുദ്ധമാവുമ്പോഴാണ് മനസ്സായിട്ട് മാറണത്. ആളുകൾ ധരിക്കുന്നത് മനസ്സില്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു. ഒരാളുടെ ഉള്ളിൽ ഒരു പ്രേതം കയറി കൂടിയിട്ട് ആ പ്രേതം ഞാൻ ഇന്നവനാണെന്നൊക്കെ പറയണു. അവസാനം ഒരുവിധം ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പ്രേതം പോയാലേ തനിക്ക് ശാന്തി ഉള്ളൂ എന്ന് അയാൾ, ഈ ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ബാധ കയറുമ്പോ, അയാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അയാൾ ചോദിക്കുകയാണ്, ഈ പ്രേതം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? അത് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണ പോലെയാണ് ഈ മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ടല്ലേ ഞാനൊക്കെ ചിന്തിക്കണത്. ആ സ്റ്റേറ്റിലേക്ക് പോയി നോക്കൂ. അപ്പൊ കാണാം നിങ്ങൾക്ക് മനസ്സ് ഇല്ല എന്ന് പറയണത് കൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടില്ല. സങ്കല്പ വികല്പാത്മകം മനഃ, സങ്കല്പിക്കുകയും വികല്പിക്കുകയും ചെയ്ത് നിരന്തരം ഉള്ളിലിരുന്ന് ഉപദ്രവിക്കണ ഒരു ബാധ പോയി, അത്രയേ ഉള്ളൂ. പിന്നെ വ്യവഹാരം നടക്കും. എങ്ങനെ നടക്കും? ആശ്ചര്യകരമാം വണ്ണം നടക്കും, വിസ്മയമായിട്ട് നടക്കും. അവിടെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനൊന്നുമില്ലെങ്കിലും നടക്കും, ഭംഗിയായിട്ട് നടക്കും.
അപ്പോഴാണ് നമ്മൾ പറയണത് അവരെങ്ങനെ ലോകത്തിൽ വ്യവഹരിക്കണു, അവര് ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം മാത്രമാണ്. പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തിയുടെ കയ്യിൽ അവരൊരു യന്ത്രം മാത്രമാണ്. രാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാനൊരു യന്ത്രം, അമ്മ യന്ത്രി. എന്ത് പറയിക്കണോ അതുപോലെ പറയണോ, എന്ത് ചെയ്യിക്കണോ അതുപോലെ ചെയ്യണോ. എന്ന് വെച്ചാലോ സങ്കല്പമോ വികല്പമോ പ്ലാനിങ്, എക്സ്പെക്ടേഷൻ, അംബീഷൻ ഒന്നുമില്ല എന്നാണ്. തത്വത്തിനെ അറിഞ്ഞിട്ട് ചിത്ശക്തിക്ക് ആ ശരീരത്തിനെയൊക്കെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. മനസ്സ് അങ്ങോട്ട് മറഞ്ഞു പോകുമ്പോ ഭംഗിയായിട്ട് ലോകവ്യവഹാരം നടക്കുകയാണ്, വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. അതാണ് എതിർച്ചാ ലാഭസന്തുഷ്ട എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയണതും ആ അവസ്ഥയാണ്. അപ്പോ പ്രപഞ്ചം സത്യമായിട്ട് തോന്നണില്ല. നിമീലിതം സ്വം മനസാ തമേനം മിഥ്യാപ്രപഞ്ച പ്രവികൽപ്പനേന സ്വാന്വേഷണേന ആത്മനി നിഷ്ഠിത സൻ ഉന്മീല്യ തസ്മിൻ പ്രവിലാപയേദ്യഹം മനോപി അവിദ്യാം അഖിലം പ്രപഞ്ചം തേനാനുഭൂയേത നിജം സ്വരൂപം സംസാരഹീനം നിരുപാധികം ച ബ്രഹ്മാത്മകം കേവലം അദ്വിതീയം. നിമീലിതം സ്വം മനസാതമേനം മിഥ്യാപ്രപഞ്ച പ്രവികൽപ്പനേന സ്വാന്വേഷണേന ആത്മനി നിഷ്ഠിത സൻ ഉന്മീല്യ തസ്മിൻ പ്രവിലാപയേത് യഹ. സ്വപ്നം കാണുകയാണ്. ഉറങ്ങുമ്പോ സ്വപ്നം കാണുമ്പോ പലതും കാണുന്ന പോലെ പ്രപഞ്ചം കാണപ്പെടുന്നു. പ്രപഞ്ചം ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് കാണുന്നത്. പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതുവരെ കാണുന്നവനിൽ ശ്രദ്ധ പോണില്ല. ഭാഗവതത്തിൽ പരീക്ഷത്തിന് ഉപദേശം തുടങ്ങുമ്പോ അതുകൊണ്ട് ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ല. ശാഖാചന്ദ്രന്യായം എന്ന് പറയും. അതായത് തൃതീയ ചന്ദ്രനെ കാണിച്ചു കൊടുക്കാനായിട്ട്. തൃതീയക്കല്ലേ ചന്ദ്രദർശനം, അല്ല ചതുർത്ഥി കാണാൻ പാടില്ലല്ലോ അല്ലെ. തൃതീയ ചന്ദ്രന് വളരെ ചെറിയ ഇളം പിറ, അത് കാണിച്ചു കൊടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും കാണണില്ല. അപ്പൊ പതുക്കെ ശിഷ്യന് അല്ലെങ്കിൽ കൂട്ടുകാരന് കാണിച്ചു കൊടുക്കാണ്. ആ മാവിന്റെ കൊമ്പ് നോക്കൂ എന്ന് പറഞ്ഞു. കൊമ്പ് നല്ലവണ്ണം കാണുന്നുണ്ട്, വലിയ കൊമ്പ്, അതിൽ ധാരാളം മാങ്ങയുണ്ട്, അതുകൊണ്ട് കണ്ടു. അതിന്റെ ഇടയിൽ കൂടെ നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൊടുക്കണ പോലെ ശാഖാചന്ദ്രന്യായം. അതേപോലെ കാണുന്നത് ഇപ്പൊ പ്രപഞ്ചമാണ്. അപ്പൊ ആ പ്രപഞ്ചത്തിനെ തന്നെ കാണിച്ചു കൊടുത്തു പരീക്ഷത്തിന്. തുടക്കം അങ്ങനെയാണ്. പ്രപഞ്ചത്തിനെ തന്നെ മുഴുവൻ കാണിച്ചു കൊടുത്തു. ഈ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് ഹേ പരീക്ഷിത്. ജ്ഞാനികൾ അങ്ങനെ പറയുമ്പോഴും ജിജ്ഞാസുക്കൾക്കൊരു സുഖമുണ്ട്. പ്രപഞ്ചം ഭഗവത് സ്വരൂപമാണെന്നും ബ്രഹ്മസ്വരൂപമാണെന്നും ഒക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ടെങ്കിലും അത് സ്വാനുഭൂതി ആയിട്ടില്ല. അപ്പൊ പരീക്ഷത്ത് ചോദിക്കുന്നുണ്ട്, പ്രപഞ്ചം ഭഗവത് സ്വരൂപമാണ് എന്ന് അങ്ങ് പറയുന്നു, പക്ഷെ ഇതെങ്ങനെ കണ്ടെത്തും? ഏത് കണ്ണുകൊണ്ടാണ് പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നത്? എങ്ങനെ കാണുന്നു പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായിട്ട്? നമുക്ക് പ്രപഞ്ചമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. ലാസ്റ്റില് ശ്രീശുകൻ പറഞ്ഞു, അവസാനത്തെ ശ്ലോകം 1-ാമത്തെ അധ്യായത്തില് ദ്വിതീയ സ്കന്ധത്തില് അവസാനം പറഞ്ഞു, ഹേ രാജൻ, ഏതുള്ളത് കൊണ്ടാണോ ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്, ഏത് ഇതിനൊക്കെ കാഴ്ചയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന പ്രജ്ഞാനമുണ്ടോ, അവബോധമുണ്ടോ, അതിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. കാണുന്നതിൽ ശ്രദ്ധയെ ഏകാഗ്രപ്പെടുത്തിയ ശേഷം ശ്രദ്ധയെ കാണുന്നവനിലേക്ക് തിരിച്ചു. എന്താ ശ്ലോകം? നാന്യത്ര സജ്ജേത യഥാ ആത്മപാതഃ. അവിടെ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഹേ പരീക്ഷിത്,
ആത്മായതാ സ്വപ്നജനേക്ഷിതേക തം സത്യം ആനന്ദനിധിം ഭജേത നാന്യത്ത സജ്ജേത് ആത്മപാത. ഏതൊന്നുള്ളത് കൊണ്ടാണോ ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്, സ്വപ്നത്തിൽ ഒരാൾ ഒരു മുറിയിൽ കിടന്നിട്ട് അനേക വസ്തുക്കളെ കാണുന്നു. ആ വസ്തുക്കളൊക്കെ എവിടുന്നുണ്ടായി? കാണുന്നവൻ തന്നെയാണ് ആ വസ്തുക്കളൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ള സാമഗ്രി കാണുന്നവനാണ്. കാണുന്നവൻ തന്നിലേക്ക് ശ്രദ്ധയെ തിരിക്കുക, പ്രജ്ഞാനം. ഉപനിഷത്ത് പറയുന്നു, പരമമായ ആ സത്യത്തിനെ, ഭഗവത് സ്വരൂപത്തിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ അറിയണമെങ്കിൽ യു കനോട്ട് know it in the physical plane, neither can you know it in the psychic plane. ശരീരതലത്തിൽ അറിയാൻ പറ്റില്ല. അങ്ങനെ ഭൗതിക തലത്തിൽ അറിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവായി പോകും, ഫിസിക്സ് പോലെ. മാനസിക മണ്ഡലത്തിലും അതിനെ അറിയാൻ പറ്റില്ല. മനസ്സ് ചഞ്ചലമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അറിയണതൊക്കെ തന്നെ മനസ്സിന്റെ ശക്തിക്കനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. മനസ്സ് എത്ര നേരം നിൽക്കണോ അത്ര നേരം നിന്നിട്ട് പോകും. അതിനും അപ്പുറം പോയിട്ട് ചൈതന്യത്തിൽ തന്നെ വേണം അതിനെ അറിയാൻ. കാരണം മാറാത്തൊരു വസ്തു ചൈതന്യമേ ഉള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തിനെ നിങ്ങൾ പ്രജ്ഞാനം എന്നറിയൂ. ഒരിക്കലും വിട്ടുപോവാത്ത ജ്ഞാനം. അപ്പൊ ചോദിച്ചു, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് നിങ്ങൾ പറയണു, ശരി, അതും ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പ്രജ്ഞാനമാണ് ബ്രഹ്മം. പ്രജ്ഞാനവും അറിയില്ല, ബ്രഹ്മവും അറിയില്ല. രണ്ടും ഇപ്പൊ വാക്കാണ് നമുക്ക്. പ്രജ്ഞാനം എന്ന് പറയണു, അതും ഒരു വാക്ക്. ബ്രഹ്മം എന്ന് പറയണു, അതും ഒരു വാക്ക്. കേൾക്കുമ്പോ ചിലപ്പോ ചില വികാരങ്ങളൊക്കെ വരുമായിരിക്കും. അതാണ് പതഞ്ജലി പറയണത്, ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ എന്ന്. ചിലർക്ക് ചില ശബ്ദമൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത ഭാവം ഉണ്ടാവേ. സംസ്കൃതം അറിയണവർക്ക് നല്ലവണ്ണം അറിയാം ആ കാര്യം. സംസ്കൃത ചില ശ്ലോകങ്ങൾ കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോ ആളുകൾ വല്ലാത്തൊരു ഭാവാവസ്ഥയൊക്കെ ഉണ്ടാവും കേൾക്കുമ്പോ. പക്ഷെ ആ ശ്ലോകത്തിന്റെ അർത്ഥം അറിഞ്ഞ ആ ഭാവാവസ്ഥയൊക്കെ പോകും. അത് വെറും ശബ്ദം കൊണ്ട് ഇവർക്ക് ഇവരുടെ ഭാവന കൊണ്ട് ഉണ്ടാവണ ഭാവാവസ്ഥകളാണ്. അതിനും ഇതിനും തമ്മിൽ കറസ്പോണ്ടിങ് ആയിട്ടില്ല. അപ്പൊ അതുപോലെ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോ ആളുകൾക്ക് എന്തോ ഒരു വലിയൊരു സാധനമാണ് താൻ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് വെറും ഭാവനയാണ്. അപ്പൊ പ്രജ്ഞാനമാണ് ബ്രഹ്മം എന്ന് ശ്രുതി ആദ്യം പ്രതിജ്ഞ ചെയ്തിട്ട് കൈ ചൂണ്ടി കാണിച്ചു തന്നു. അഹം ബ്രഹ്മ. അഹം ബ്രഹ്മ എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്ന് ധ്യാനിക്കാനല്ല. അങ്ങനെയാണൊക്കെ വഴിതെറ്റി പോണത് ആളുകള്. ഞാൻ ബ്രഹ്മം എന്ന് ധ്യാനിക്കാനല്ല, ഏതൊന്നാണോ തന്നിൽ ഞാൻ എന്ന അനുഭവരൂപത്തിൽ നിത്യസിദ്ധമായിട്ടിരിക്കണത് അതിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞാൽ അത് അഖണ്ഡ സത്യമായിട്ട് പ്രകാശിക്കും. ആ ഞാനെന്ന അനുഭവം ശരീരമല്ലെന്നും മനസ്സല്ലെന്നും ബുദ്ധിയോ അഹങ്കാരമോ അല്ലെന്നും ആ ചിത്ത് കേവലമായ ശുദ്ധ ചൈതന്യമാണെന്നും അഖണ്ഡമാണെന്നും ഒക്കെ തന്നെ അതിനെ ധ്യാനിക്കും തോറും അത് തെളിഞ്ഞു വരും. ഈ ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയണത് എന്താണ്, ഞാൻ എന്ന അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, അതിന്റെ സ്വരൂപം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ശ്രീശുകൻ പറഞ്ഞത്, ന അന്യത്ര സജ്ജേത് എന്നാണ്. ഹേ രാജൻ, ഈ വസ്തുവിനെ അങ്ങയ്ക്ക് സൂചന കിട്ടിയാൽ പിടിവിടാതെ തുരുതുരെ അതിലെ ധ്യാനിക്കുക. മറ്റു വസ്തുക്കളെ ഒന്നിനെയും ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ചാൽ അങ്ങ് മരിച്ചുപോകും. മരിക്കാതിരിക്കാനാണല്ലോ 7ാമത്തെ ദിവസം പാമ്പ് വരാൻ പോണ്ടല്ലോ. അപ്പോഴാണ് പരീക്ഷത്തിനോട് പറയണത്, വേറെ എന്തിനെങ്കിലുമൊക്കെ അങ്ങ് ശ്രദ്ധിച്ചാൽ അങ്ങ് ചത്തുപോകും. കാരണം ഇതല്ലാതെ എല്ലാ സാധനവും ചത്തുപോകാൻ പോണ സാധനങ്ങളാണ്. ശരീരമാണെന്ന് ശ്രദ്ധിച്ചാൽ ശരീരത്തിനെ തക്ഷകൻ കൊണ്ടുപോകും. മനസ്സാണ് ശ്രദ്ധിച്ചാൽ അനുക്ഷണം മനസ്സ് ചത്തുപോകുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധി, ഇതൊക്കെ അതിന്റെ കൂടെ പോകും. ഇതിനൊക്കെ പുറകിൽ ഒരു മാറ്റവും ഇല്ലാതെ നിത്യനിരന്തരം ഏതൊരു വസ്തു നിൽക്കണുവോ ആ വസ്തുവിൽ ശ്രദ്ധയെ തിരിച്ചുവിടുകയും ആ വസ്തു താനെന്നുറച്ച് സോഹമസ്മീതി, അവിടെ തത്ര ആത്മത്വം ദൃഢീകുർവന് അഹമാദിഷു സന്ധ്യജൻ ഉദാസീനതയാ തേഷു തിഷ്ഠേത് ഘടപടാധിപത്. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ അതിസൂക്ഷ്മമായ ഒരു ഇൻഡിക്കേഷൻ തരാണ്. ആ ഏതൊരു സത്താണോ എല്ലാം തള്ളിക്കഴിയുമ്പോ ബാക്കി നിൽക്കുന്നത്
തത്ര ആത്മത്വം ദൃഢീകുർവൻ. അവിടെ യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ സെൽഫ് ആസ് ദാറ്റ്. പോരാ. അഹമാദിഷു സന്ത്യജൻ. ആ സത്തിനെ മറച്ചുകൊണ്ട് ഞാൻ ഇന്നവനാണെന്ന് പറഞ്ഞു പൊന്തുന്ന അഭിമാനത്തിനെയും മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ താനാണെന്നുള്ള ഭ്രമം വിടണം. അതൊക്കെ പിന്നെയും കാണപ്പെടില്ലേ? പിന്നെയും അഭിമാനവും ഉണ്ടാവും, മനസ്സ് ശരീരമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ പശ്യേത് ഘടപടാധിപത്. അതിനൊക്കെ തന്നെ ഒരു കുടമോ ഒരു മുണ്ട ഉണക്കാനിട്ടിരിക്കണതോ ഒക്കെ കാണുന്ന പോലെ ശരീരത്തിനെയും തന്റെ ഉള്ളിൽ വരുന്ന മനസ്സിനെയും ബുദ്ധിയെയും അഭിമാനത്തിനെയും ഒക്കെ കാണുന്നു. അപ്പൊ പ്രശ്നം അസ്തമിച്ചുവോ? പ്രശ്നം അസ്തമിച്ചില്ല. എന്താ? അപ്പൊ ദൃക്കും ദൃശ്യവും രണ്ടുണ്ട്. ഇതിനെയൊക്കെ കാണണമല്ലോ, കാണണവൻ ഞാൻ അപ്പോഴാണ് ഫർദർ ഒരു ഹയർ പ്ലെയിനിൽ പോകുമ്പോഴാണ് കാണുന്നവനും അത് തന്നെ കാണുന്നതും അത് തന്നെ, രണ്ടില്ല അവിടെ. അപ്പൊ ആവരണം പോയി. കാണുന്നവൻ തന്നിൽ നിലച്ചാൽ കാണപ്പെടുന്നത് താനേ മറഞ്ഞു പോകും. അത് നിർവികൽപ്പം. കാണപ്പെടുന്ന വസ്തുക്കൾക്കൊന്നിനും തന്നെ ദൃക്കായ ചിത്തിന്റെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല. ചിത്തില് നിലച്ചാൽ ദൃശ്യം മറഞ്ഞു പോകും. ചിത്തില് നിലച്ച ശേഷം ദൃശ്യത്തിനെയും സ്വാംശീകരിക്കുന്നതാണ് ഇപ്പൊ പറയണ ആ പൂർണ്ണജ്ഞാനം. അവിടെ ദൃശ്യവും അത് തന്നെ, സകലതും ആ സ്വരൂപം തന്നെ. ത്വയി അർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവ ആകൃതിതയാ. ഉള്ളില് ആ വസ്തുവിൽ മനസ്സിനെ കൊടുത്ത ശേഷം സകലതും ആ വസ്തു തന്നെയായിട്ട് കാണുകയാണ്. അങ്ങനെ കാണുമ്പോ പ്രവിലാപനമെന്നാണ്. മനസ്സിനെ പ്രവിലാപയേത്. മനോപി അവിദ്യാമഖിലം പ്രപഞ്ചം തേനാനുഭൂയേത നിജം സ്വരൂപം സംസാരഹീനം നിരുപാധികം ച ബ്രഹ്മാത്മകം കേവലം അദ്വിതീയം. മനസ്സും ഈ പ്രപഞ്ചവും എല്ലാം തന്നെ നിജസ്വരൂപം, ആത്മസ്വരൂപമായി സംസാരഹീനം. അവിടെ സംസാരം എന്ന് പറഞ്ഞ് ഒന്നുമില്ല. ജ്ഞാതേ തത്വേ കസംസാര. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംസാരമില്ല. നിരുപാധികം, ഉപാധിയുമില്ല. എന്നുവെച്ചാൽ ശരീരം തന്നെ ഇല്ല എന്നർത്ഥം. ശരീരം ഉണ്ടെങ്കിലല്ലേ ജനനവും മരണവും ഒക്കെ തന്നെ. ശരീരം തന്നെ ഇല്ല. അഖണ്ഡമായ ചിത്ത് ഭഗവത് സ്വരൂപം മാത്രമേ ഉള്ളൂ. ഒക്കെ പോയി. അപ്പൊ ഈ ജ്ഞാനത്തിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ചാൽ രണ്ടു വഴിയേ ഉള്ളൂ. ഒന്ന്, വിചാരം ചെയ്യാം. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്താലും ഞാൻ എന്ന പ്രത്യേക വ്യക്തി അഹംത പോയി അഖണ്ഡമായി സത്യം പ്രകാശിക്കും. രണ്ട്, ഭഗവാന് ശരണാഗതി ചെയ്യാം. ഭഗവാൻ എന്ന് നമ്മൾ പറയണതും ആ ആത്മാവിനെ തന്നെയാണ്. അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയണതും ഭഗവാനെ തന്നെയാണ്. ശരണാഗതി ചെയ്യുമ്പോ ശരണാഗതി ചെയ്ത ആളെ എടുത്ത് വിഴുങ്ങിക്കളയും. അപ്പോഴും ആർക്ക് ശരണാഗതി ചെയ്തുവോ ആ തത്വം മാത്രമേ അവിടെ നിൽക്കുള്ളൂ. ഭീത്യാഥവാ ജന്മമൃതിപ്രവാഹാത് പ്രപദ്യതേ ചേത് ശരണം മഹേശം നശ്യേത് അവിദ്യ കൃപയൈവ തസ്യ തദാ സ്ഥിത സ്യാത് നിജ സത്യഭാവേ. ഭീത്യാഥവാ ജന്മമൃതിപ്രവാഹാത് പ്രപദ്യതേ ചേത് ശരണം മഹേശം. അഥവാ ഭീത്യ, ഇനിയിപ്പോ ഇങ്ങനെ വിചാരജ്ഞാനമല്ലാതെ ഭയം കൊണ്ടാണെങ്കിൽ, മരണഭയം മിക്കുളപം മക്കൾ അരണാക മരണഭവമില്ലാ മഹേശൻ ശരണമേ ശാർവർ. മൃത്യുഞ്ജയം മൃത്യുഭയാശ്രിതാനാം അഹമ്മതിഹി മൃത്യുമുപൈതി പൂർവം എന്ന ആ സദ്ദർശനത്തിലെ ഉള്ളത് 40 ശ്ലോകത്തിനെയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഭയം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വികാരമാണ് മനുഷ്യനിലുള്ള ഭയം.
എല്ലാം നമ്മളിലുള്ള ഒരു വികാരവും തെറ്റല്ല, അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാൽ. മണ്ണ് അവിടെ ഇരുന്നാൽ തെറ്റില്ലല്ലോ. നമ്മളുടെ മേലെ വീണാലാണ്, ഷർട്ടിലും തുണിയിലും ഒക്കെ ആവുമ്പോഴാണ് അത് ചളിയാവണത്. അത് അവിടെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഏതേത് വികാരങ്ങളും പ്രകൃതിയിൽ അതാതിന്റെ സ്ഥാനത്തിൽ അതിന് ചില ജോലിയൊക്കെ ചെയ്യാനുണ്ട്. ബയോളജിക്കലായിട്ടുള്ള ഭയമില്ലെങ്കിൽ തീയൊക്കെ നമ്മൾ കൈകൊണ്ട് നടക്കില്ലേ? തൊട്ടാ ചുടും എന്നറിയണത് കൊണ്ട് ആ ഒരു ഭയം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വികാരമാണ്. അതേപോലെ ആന്തരികമായ ഭയം, ആ ഭയം ഒരു തരം അഗ്നിയെ ഉള്ളിൽ ഉണർത്തും. എന്താ ഭയം എന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചു, എനിക്ക് വാർദ്ധക്യം വരും, മരണം വരും. ഇതൊക്കെ അധികം പേരും ചിന്തിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യണില്ല. ഭർതൃഹരി പറഞ്ഞു, ഈ സംസാരികളെ പോലെ ധൈര്യമുള്ള ആളുകൾ ആരുമില്ല എന്നാണ്. മുമുക്ഷുക്കളാണ് പേടിത്തൊണ്ടന്മാർ. ഈ സംസാരികൾ വളരെ ധൈര്യശാലികളാണ്. ആദിത്യസ്യ ഗതാഗതൈരഹരഹ സംക്ഷീയത്തെ ജീവിതം വ്യാപാരൈർ ബഹുഭാര കാര്യഗുരുഭിഃ കാലോപി ന ജ്ഞായത്തെ ദൃഷ്ട്വാ ജന്മ ജരാ വിപത്തി മരണം ത്രാസശ്ശനോത്പദ്യത്തെ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. ഈ യുദ്ധത്തിലേക്കൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ, കൊല്ലാനൊക്കെ പോകുമ്പോ അവർക്ക് നിറയെ കുടിക്കാൻ കൊടുക്കും അത്രേ. എന്നുവെച്ചാൽ എന്നാലേ ഒരു പേടിയില്ലാതെ പോളൂ. ആനയ്ക്കൊക്കെ കുടിക്കാൻ കൊടുക്കുന്ന പറയണത്. യുദ്ധത്തിന് പോകുമ്പോ ആനയൊക്കെ കൊണ്ടുപോകല്ലോ രാജാക്കന്മാര്. അപ്പൊ ആനയ്ക്ക് കുടിക്കാൻ നല്ലവണ്ണം കുടിപ്പിക്കും അത്ര. അപ്പൊ പേടിയൊന്നും ഉണ്ടാവില്ല. വെട്ടാ കുത്താ എന്തിനും തയ്യാറാവും, എവിടുന്ന് വേണമെങ്കിൽ ചാടും ഒക്കെ ചെയ്യും, ഇത് ഉള്ളിൽ പോയാൽ. അപ്പൊ അതുപോലെ മോഹം എന്ന് പറയുന്ന കള്ള്, അജ്ഞാനം എന്ന് പറയുന്ന മദ്യം കുടിച്ചിട്ട് ഇവനിപ്പോ ഈ കാണേണ്ടതൊക്കെ കണ്ടിട്ടും ഭയവും തോന്നണില്ലല്ലോ എന്നാണ് പറയുന്നത് ഭർതൃഹരി. മരണം കാണുന്നു അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണ് നടത്തുന്നത്. ഹോസ്പിറ്റലിൽ പോയാൽ നമ്മള് അവിടെ എത്രയോ കുട്ടികള് ഒരു ക്ഷണത്തിൽ ജനിക്കണതും കാണാം, എത്രയോ പേര് മരിക്കണത് കാണാം, വ്യാധി കൊണ്ട് വിഷമിക്കണത് കാണാം. ആശ്ചര്യം ഡോക്ടർമാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ആ ഡോക്ടർമാർ ഇത്രയൊക്കെ കാണുന്നവർക്ക് അത് കണ്ട് ഭയവും ഇത്തിരി വിചാരമൊക്കെ വരേണ്ടതാണ് അല്ലെ? പക്ഷെ എല്ലാവർക്കും ഒക്കെ വരണ്ടോ? മുമ്പിൽ കാണുന്നു, അവര് വ്യാധി കാണുന്നു. അപ്പോ ഒന്ന് ആലോചിച്ചാൽ എന്ത് സംസാരം, ഇവിടെ എന്ത് സുഖമാ ഉള്ളത്. നമ്മൾക്കും ഈ ശരീരത്തിൽ വ്യാധി വരാലോ. ഇവിടെ ഒക്കെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ചെയ്യണത്. ഇങ്ങനെ ശരീരത്തിൽ വ്യാധിയും ഒക്കെ. ഏറ്റവും നോബിൾ പ്രൊഫഷനാണ് ഒരു ഡോക്ടറുടെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ ശരീരത്തിന് ഹിതം ചെയ്യാം, ശരീരം കണ്ട് മനസ്സിലാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഈ വരുന്ന പേഷ്യന്റിനെ കാണുമ്പോ ഒരു 10,000 രൂപ നടന്നു വരുന്നതായിട്ട് ഈ ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ കാണില്ല. അതാണ് ആവരണം എന്ന് പറയണത് അല്ലേ? അതിനേക്കാളും സൂക്ഷ്മമായ ഒരു ഡോക്ടർ വൃത്തിയാണ് അധ്യാത്മ ആചാര്യന്റെ. ആ ഉള്ളിലുള്ള ഭവരോഗത്തിനെയാണ് കാണുന്നത്. ആ രോഗത്തിനുള്ള ചികിത്സയാണ് ഈ ജ്ഞാനം എന്ന് പറയണത്, വേദാന്തജ്ഞാനം എന്ന് പറയണത്. അപ്പൊ ആ ജ്ഞാനത്തിന് ആ ജീവൻ വരുമ്പോ അയാള് ഇതുകൊണ്ടൊക്കെ വിഷമിച്ചിട്ടാണ് വരുന്നതെന്നും അയാൾക്ക് വിശ്രാന്തി കൊടുക്കണമെന്നും ഋഷഭൻ അതാണ് പറയണത്. ഭാഗവതത്തിൽ പറയണത്, കുട്ടികളെ ലോകത്തിൽ ഈ ജീവൻ കിടന്നു വലഞ്ഞ് എത്രയോ ജന്മങ്ങൾ കർമ്മം ചെയ്ത് തളർന്നിട്ട് വരികയാണോ കുട്ടികളെ? അവര് പലതും ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. നയോജയേത് കർമ്മസു കർമ്മമൂഢാന് കംയോജയൻ മനുജോ അർത്ഥം ലഭേത നിപാതയൻ അഷ്ടദൃശം ഹി ഗർത്തേന്ന്. കുരുടനെ പിടിച്ച് കിണറ്റിൽ തള്ളിയിടുന്ന പോലെ ഇവർക്ക് അല്ലെങ്കിലേ കണ്ണു കാണില്ല പാവം. അവര് കർമ്മം ചെയ്ത് രാഗദ്വേഷയുക്തരായി തളർന്നിട്ട് വരികയാണ്. അവർക്ക് വിശ്രമം കൊടുക്കണം. അവരെ കർമ്മത്തിൽ തള്ളിയിടരുത്. കർമ്മത്തിൽ തള്ളിയിട്ട് കഴിഞ്ഞാൽ അവര് വീണ്ടും കുരുടനെ കിണറ്റിൽ തള്ളിയിടുന്ന പോലെ ആയിത്തീരുമെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ജീവനെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ വിഷമങ്ങൾ ലോകത്തിലുണ്ട്. ഇപ്പോ ഇങ്ങനത്തെ അധ്യാത്മ ജീവിതത്തില് പോണവർക്കും ധാരാളം ചാൻസ് കിട്ടും. അവിടെയാണ് എല്ലാവരും കളക്റ്റഡ് ആയിട്ട് വരുമ്പോ കാണാം എത്ര ദുഃഖമുണ്ട് ലോകത്തില്, എത്ര വിഷമങ്ങളുണ്ട്, മരണമുണ്ട്, വ്യാധിയുണ്ട്, ഇഷ്ടപ്പെട്ടവരുടെ മൃത്യുവുണ്ട്. ഈ ഒരു 2 മാസത്തിനിടയിൽ ഞാനൊരു 10 ഇൻസിഡന്റ് എങ്കിലും കേട്ടിട്ടുണ്ടാവും. മകൻ മരിച്ചു, 16 വയസ്സിൽ മരിച്ചു, 20 വയസ്സിൽ മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു, ക്യാൻസർ കൊണ്ട് മരിച്ചു.
ഇങ്ങനെ ഒരു വശം. വേറെ ഒരു വശത്ത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെ കൂടെ ആയിട്ട് ആർക്ക് പറയാൻ പറ്റും ഇവിടെ സുഖമാണെന്ന്? ശരി, ദുഃഖമാണെന്ന് നിരൂപണം ചെയ്ത് രക്ഷപ്പെടാൻ മാർഗം എവിടെ? എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ മാർഗം ബാഹ്യമായിട്ട് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. എന്തിനും ഉപേക്ഷിക്കാം? ഭാര്യയെ ഉപേക്ഷിക്കാം, കുട്ടികളെ ഉപേക്ഷിക്കാം. ശരീരത്തിന് എന്ത് ചെയ്യും? അവനവന്റെ ശരീരത്തിനെ ബാഹ്യമായിട്ടൊക്കെ ഉപേക്ഷിച്ചാലും അവനവന്റെ ദേഹത്തിനെ എന്ത് ചെയ്യും? അവനവന്റെ ദേഹത്തിന് വ്യാധി വരും, മരണം വരും. പിന്നെയും നമുക്ക് ആരോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അവരുടെ വിയോഗ ദുഃഖം വരും. ഇത്തരം വിഷമങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിനെ നീക്കാൻ ഒരേ വഴിയേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ആദ്യം ജീവൻ ഭയപ്പെടുകയാണ്, ഭയം ഉണ്ടാവുകയാണ്. എവിടെ നോക്കിയാലും എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുമ്പോ ഒരു തരത്തിലൊരു ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ ആരെ ശരണം പ്രാപിക്കും? ഭീതം പ്രപന്നം. ആ ഭയം കൊണ്ട് ഭഗവാനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഗുരുവിനോ ഭഗവാനോ ശരണാഗതി ചെയ്യുമ്പോ, ഈ ജീവൻ ശരണാഗതി ചെയ്യുമ്പോ, ഭീത്യാഥവാ ജന്മമൃതി പ്രവാഹാത്, ശരിയായ ഭയമാണത്. ജനനം മരണം എന്നുള്ള പ്രവാഹം കണ്ടിട്ട് പേടിച്ച് പ്രപദ്യതേ ചേത് ശരണം മഹേശം, ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ ഇയാൾക്ക് എന്താ പ്രയോജനം ഉണ്ടാവുക എന്ന് വെച്ചാൽ നശ്യേത് അവിദ്യ. കൃപയൈവ തസ്യ, ആ ഈശ്വരന്റെ കൃപ കൊണ്ട് ഇയാളുടെ അവിദ്യ നശിക്കുകയും അപ്പൊ എന്താവും? തഥാസ്ഥിത സ്യാത് നിജ സത്യഭാവേ, അപ്പോൾ തന്റെ സത്യമായ സ്വരൂപത്തിൽ പരമപദത്തിൽ അയാള് സ്ഥിതനാവും. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ഈ ഭയം കൊണ്ട് അവിദ്യ നീങ്ങുകയും അജ്ഞാനം നീങ്ങുകയും ഞാൻ എന്ന അഹങ്കൃതി നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആത്മാവിൽ പ്രതിഷ്ഠിതനാവും. ബുദ്ധനും പേടിത്തൊണ്ടനാണ് ആ വിഷയത്തിൽ. ബുദ്ധന് ഒരു പേര്, 2 പേരുകളുണ്ട്. കോൺട്രാസ്റ്റ് ആണ് 2 പേരുകൾ. ഒന്ന് ശാക്യസിംഹം, ശാക്യവംശത്തിലെ സിംഹം എന്ന് പറഞ്ഞു. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ ഭവഭീരു എന്നാണ്. ബുദ്ധൻ തൊട്ട് തുടങ്ങിയിട്ടാണ് ഈ പേരുണ്ടായത്, ഭവഭീരു. ഈ സംസാരത്തിനെ കണ്ട് പേടിച്ചു എന്നാണ്. ഇവിടെ ഈ പ്രവാഹമാണ്, ജനനം മരണം ജനനം മരണം പ്രവാഹമാണ്. അത് കണ്ട് ഭയപ്പെട്ട ആള്. ആ ഭയം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. ജന്മമൃതി പ്രവാഹാത്. അങ്ങനെ പ്രപത്തി ചെയ്യുമ്പോ കൃപയൈവ തസ്യ തഥാ സ്ഥിത സ്യാത് നിജ സത്യഭാവേ, ആ ഭഗവത് കൃപ കൊണ്ട് തന്റെ സ്വരൂപത്തിൽ അയാളിരിക്കും. ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ ശരണാഗതി ചെയ്യുന്ന ആളില്ലാതാവും, ഭഗവാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഭക്ത്യാ പരസ്മൈ സ്വനിവേദനം യത് പ്രപത്തിമേതാം നിഗദന്തി സന്തഃ തദ്ഭക്തിരീശേ നവദോപദിഷ്ട കാര്യാ മുമുക്ഷോ ശ്രവണാദിരൂപ. ഇതൊരു അപൂർവ വേദാന്ത ഗ്രന്ഥമാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴാണത് നോക്കിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ പറയുമ്പോഴാണ് ആദ്യത്തെ ശ്ലോകമൊക്കെ നോക്കിയത്. ഇനി സമയം കിട്ടുമ്പോൾ നോക്കുമ്പോ അത്ഭുതമായൊരു ഭക്തിയും വേദാന്തജ്ഞാനവും യോഗജ്ഞാനവും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരുപക്ഷെ ലക്ഷ്മണ ശർമ്മയുടെ മാസ്റ്റർ പീസ് ആണെന്ന് പറയാം. ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയുടെ ഒരു എക്സ്പാൻഡഡ് ഫോമാണ്. അത് ഭഗവാന്റെ ഉപദേശമായതുകൊണ്ട് അത് വളരെ സൂക്ഷ്മമായ യോഗസ്ഥിതിയാണ്. ഇന്റലക്ച്വലേ അല്ല, ഇന്റലക്ച്വൽ പ്ലെയിനിൽ മാത്രമായിട്ട് നിൽക്കാന്നുള്ള പരിപാടിയേ ഇല്ല അവിടെ. അത്യപൂർവമായ ഒരു ഗ്രന്ഥം. ഇവിടെ ഒരു ഭാഗ്യം, ഇത് ആദ്യം ഇവിടെ അവതരിപ്പിക്കാനാണ്. അവതരണം ഇവിടെയാണ് ഇതിന്. അങ്ങനെ അത്യപൂർവമായ ഒരു ഗ്രന്ഥം. ഭക്തിയും ജ്ഞാനവും ഒക്കെ ചേർത്തിട്ടാണ്. ഭക്തിയാ പരസ്മൈ സ്വനിവേദനം യത് പ്രപത്തിമേതാം നിഗദന്തി സന്ത. പ്രപത്തി, ശരണാഗതി എന്നൊക്കെ മഹാത്മാക്കൾ പറയണമല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ ഭക്തിയാ പരസ്മൈ നിവേദനം യത്, സ്വനിവേദനം, ആത്മനിവേദനമാണ്. നവവിധ ഭക്തിയിൽ ഭാഗവതത്തിൽ ആത്മനിവേദനം എന്നുള്ളതാണ് സെന്റർ. തന്നെ അർപ്പണം ചെയ്യാം. എവിടേക്കാ? സ്വമൂലേ, തന്റെ തന്നെ പിറപ്പിടത്തിലാണ് തന്നെ നിവേദനം ചെയ്യണത്.
തദ്ഭക്തിരീശേ നവധൂപതിഷ്ഠ ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നുള്ളതാണ് നവവിധ ഭക്തി. ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഈ ആത്മനിവേദനത്തിന് നമ്മളെ പക്വപ്പെടുത്താനാണ് ശ്രവണാദി സാധനങ്ങളൊക്കെ. നമ്മള് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു ടെക്നിക്ക് പോലെയോ മെത്തേഡ് പോലെയോ നമ്മൾക്ക് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. സമർപ്പണം ഉണ്ടാവണമെങ്കിൽ എവിടെ നമുക്ക് പ്രിയമുണ്ടോ, പ്രിയം ഉള്ള സ്ഥലത്തെ ഈ അഭിമാനവൃത്തി അടങ്ങുള്ളൂ. ആ പ്രിയമുണ്ടായാൽ അവിടെ സ്വയമേവ അഭിമാനവൃത്തി അടങ്ങും. അങ്ങനെ അടങ്ങുമ്പോ വസ്തു താനേ പ്രകാശിക്കും. തദ്ഭക്തിരീശേ നവധാ ഉപദിഷ്ട. നവവിധ ഭക്തിയെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനിൽ. അങ്ങനെ ആ നവവിധ ഭക്തിയെ ചെയ്ത് തന്നെ ഭഗവാൻ അർപ്പണം ചെയ്യുന്ന ജീവൻ, അയാളുടെ വ്യക്തി അഭിമാനം പോകും. കബീർ ഒരു ദോഹയിൽ പറയുന്നു, തൂ തൂ കർത്താ തൂ ഭയാ മുജ്മേ രഹീ നഹൂ. എല്ലാം നീയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ എന്നില് ഒരു ഞാൻ ഇല്ലാതായിട്ട് തീർന്നിരിക്കുന്നു. ഇവിടെ നീ മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഞാനില്ല. ഞാനെന്നുള്ളത് പോയി. അപ്പൊ ഇവിടെ നീ എന്ന് പറയുന്നത് എന്താ? അത് വാസ്തവത്തിൽ നീയല്ല. അപ്പോ ഞാൻ പോയ പിന്നെ നീ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടെങ്കിലേ നീ ഉള്ളൂ. അഹം എന്നുണ്ടെങ്കിലേ ത്വം സഹ എന്നുള്ള പദത്തിനൊക്കെ അർത്ഥമുള്ളൂ. അപ്പോ തൂ കർത്താ തൂ ഭയാ മുജ്മേ രഹീനഹു. ഞാനില്ലാതായാൽ അവിടെ നീയുമില്ല. അഖണ്ഡമായ സത്യമാണത്. അത് തന്നെ ഞാനും. ഞാൻ നീ എന്നുള്ള പദത്തിന് അർത്ഥമില്ലാതായിട്ട് തീരുന്നു. പരമപൂർണമായ സത്യം ശരണാഗതി ചെയ്യുന്നവന് പ്രകാശിക്കാണ്. പ്രപത്തി ചെയ്യുന്നവന് പ്രകാശിക്കാണ്. അപ്പൊ ശരണാഗതിയും ആത്മജ്ഞാനത്തിൽ കൊണ്ടുവിടുന്നു. ശരണാഗതി ചെയ്യുന്നവന്റെയും അകമേ അഭിമാനം, അഹങ്കാരം മറഞ്ഞു പോവുകയും ശുദ്ധ പ്രജ്ഞാനം, ബോധം അവിടെ പ്രകാശിക്കുകയും ചെയ്യുന്നു. അവിടെ അത് പ്രകാശിക്കുമ്പോ, അത് തെളിഞ്ഞ് കാണപ്പെടുമ്പോ, മേഘങ്ങൾക്കിടയിലൂടെ സൂര്യകിരണം കാണപ്പെടുന്ന പോലെ അഹങ്കാരപ്രവാഹത്തിന്റെ ഇടയിലൂടെ ആ ശുദ്ധ ചിത്ത് കാണപ്പെട്ടാൽ, ആ ശുദ്ധ ചിത്തില് ശ്രദ്ധ പതിഞ്ഞാൽ പതുക്കെ പതുക്കെ അഹങ്കാരം ഉപേക്ഷിക്കപ്പെടും, മനസ്സ് ഉപേക്ഷിക്കപ്പെടും, ശരീരം ഉപേക്ഷിക്കപ്പെടും. ചിത്ത് തെളിഞ്ഞു വരികയും ചെയ്യും. ഇതാണ് ആന്തരികമായ മഹായോഗം എന്ന് പറയുന്നത്. ഈ മഹായോഗം ജ്ഞാനമാർഗത്തിലൂടെയും ഭക്തിമാർഗത്തിലൂടെയും ഒക്കെ അതിലേക്ക് വരാം. ഇതിനുള്ള സാധനയോ ഞാൻ ആരാണ് എന്നുള്ള വിചാരമാണ്. അത് അഹങ്കാരത്തിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ വിചാരം ചെയ്യുന്നത്, അഹംബോധത്തിനെ അല്ല. ഈ അഹങ്കാരം ഉദിക്കുമ്പോ അതിനെ ശ്രദ്ധിക്കുകയാണ്. അതെവിടെ ഉദിക്കണു, അതിന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയണ പോലെ ഞാൻ ആരാണ് ശ്രദ്ധിക്കുകയാണ്. നിരന്തര വാച്ച്ഫുൾനെസ്, അലേർട്ട്നെസ്, ശ്രദ്ധ, ജാഗ്രത. വ്യവഹാരങ്ങളിലൊക്കെ എനിക്കറിയണം, എനിക്കറിഞ്ഞില്ല, എനിക്ക് സുഖം, എനിക്ക് ദുഃഖം, എന്റെ മനസ്സ് ചഞ്ചലമാണ്, എനിക്ക് വിഷമുണ്ട്, എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ആരാണ് ഈ ധ്യാനിക്കേണ്ടവൻ? ആർക്കാണ് ധ്യാനിക്കാൻ പറ്റാത്തത്? ആർക്കാണ് ദുഃഖം? ആർക്കാണ് മരണഭയം? ആര് ഭയപ്പെടുന്നു? ഈ ഭയപ്പെടുന്നവൻ ആര്? എനിക്ക് ഭയം വരുന്നു. ആർക്കാ ഈ ഭയം? ഈ ഞാൻ എന്താണ്? ഭയപ്പെടുന്ന ഈ ഞാൻ ആര്? ഭയം എന്നുള്ള വികാരം ആ വികാരിയെ ഒട്ടി നിൽക്കുന്നതാണ്. ആ വികാരി ആരാണ്? ശ്രദ്ധിച്ചാൽ ഈ അഹങ്കൃതി എവിടെ ഉദിക്കുന്നു അവിടെ ലയിക്കുകയും ശാന്തി, ശീതളത, അമൃതാനുഭവം അവിടെ ഭാസിക്കുകയും ചെയ്യും. അത് നമ്മളുടെ സ്വരൂപമാണ്, നമ്മളാണത്.
തുടർന്ന് നമ്മള് ഇനിയൊരു സന്ദർഭം വരുമ്പോ ഓർമ്മ വെച്ചാൽ മതി എവിടെയാ നിർത്തിയിരിക്കുന്നത്. 18ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് കാണാം. 19 മുതലാണ് കാണേണ്ടത്. 19ാമത്തെ ശ്ലോകം ഇതിന്റെ കൺക്ലൂഷനാണ്. ഈ മൗനം, അഭിമാനമില്ലാത്ത പൂർണ്ണസ്ഥിതിയായ മൗനത്തിനെ ഭഗവാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. നിഷ്ഠാ അചലാസ നിജസത്യഭാവേ ജ്ഞാനം വിമുക്തി സഹജാസ്ഥിതിശ്ച സ്ഥിതോ അചലഃ തത്ര പദേ പരസ്മിൻ നിരസ്തവോഹോ ഭവതി പ്രബുദ്ധ. നിഷ്ഠ അചല, അചലമായ നിഷ്ഠ സാ നിജസത്യഭാവേ, എവിടെയാ തന്റെ യഥാർത്ഥ സ്വരൂപത്തില് നിഷ്ഠമായിരിക്കുമ്പോ അത് തന്നെ ജ്ഞാനം വിമുക്തി സഹജാസ്ഥിതിശ്ച. അതിനെ തന്നെ ആത്മജ്ഞാനം എന്നും പറയണു, മുക്തി എന്നും പറയണു, സഹജസ്ഥിതി എന്നും പറയുന്നു. സ്ഥിതോ അചലഃ തത്ര, അതിൽ നിന്നും ചലിക്കാതെ ആരതില് നിഷ്ഠനാവുന്നു. നിരസ്തമോഹോ ഭവതി പ്രബുദ്ധ, മോഹത്തിനെ കടന്നവനും പ്രബുദ്ധനുമായിട്ട് തീരുന്നു. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.